മുടി സമൃദ്ധിയായിട്ട് വളരാനും താരൻ പോയി നല്ല മൃദുത്വവും തിളക്കവും നൽകാൻ ഇതൊരെണ്ണം മതിയാകും. നമസ്കാരം, മിനിയാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോഹരമായിട്ടുള്ള നഖങ്ങൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല അല്ലേ? കൈവിരലുകളെയും കാലിലെയും നഖങ്ങളെ പരിപാലിക്കുന്നതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. പെഡിക്യൂർ പോലെയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പം പ്രായോഗികമാകണമെന്നില്ല. അതിനാൽ തന്നെ വൃത്തിയുള്ള ആകൃതിയിൽ മനോഹരങ്ങളായ നഖങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സൂത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. വേറൊന്നുമല്ല, നമുക്കൊരു ചെറിയ നാരങ്ങയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ ആദ്യമേ തന്നെ നമ്മുടെ കൈ നഖങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഉരസി എടുക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കാം. അപ്പം വെളുത്തുള്ളി നമ്മുടെ നഖങ്ങൾ നന്നായിട്ട് വളരാനും കട്ടിയുള്ളതാക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഒരു വെളുത്തുള്ളി അല്ലി എടുത്തൊന്ന് മുറിച്ച് ഇതുപോലെ നഖങ്ങളിലൊന്ന് ഉരസി കൊടുത്താൽ മതി. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ നമ്മുടെ നഖങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്. ഫംഗസ് ബാധയൊക്കെ ഉള്ള നഖങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളി അല്ലി ഇങ്ങനെ ഉരസുന്നത് ഫംഗസൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി കൈ നഖം വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലൊന്ന് ഒരു വെളുത്തുള്ളി അല്ലി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരസി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കഴുകിക്കളയുക. അപ്പം ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഞാൻ ഉപയോഗിച്ചതായിരുന്നു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഈ പാൽ എടുത്ത് നമ്മൾ വീണ്ടും മറ്റു പാലിൻ്റെ കൂട്ടത്തിൽ, അതായത് നല്ല പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് സംശയം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ചെറിയൊരു തവി എടുക്കുക, ഇച്ചിരി കുഴിയൻ തവി എടുക്കുക. എന്നിട്ട് അതിലോട്ട് അല്പം പാൽ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ആദ്യമേ ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പം തന്നെ അത് നല്ല പാലാണെങ്കിലോ ചീത്ത പാലാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇത് അഴുക്ക് പാലാണെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞതുപോലെ വരും. അപ്പോൾ ഈ പാലിപ്പം നല്ല പാലാണ്. ഇതുകൊണ്ട് ഇത് തിളച്ച് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ നല്ല പാലും ഈ ഒരു പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചായയൊക്കെ വയ്ക്കുന്ന സമയത്ത് മൊത്തത്തിൽ അത് അഴുക്കായി പോകാനുള്ള ചാൻസ് ഏറെയാണ്. അപ്പം നിങ്ങളിങ്ങനെ ഇതുപോലെ പാൽ തിളപ്പിക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കത്തിയിലെ തുരുമ്പ് എങ്ങനെയാണ് കളയുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം പഴക്കമുള്ളൊരു കത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ അഴുക്കും തുരുമ്പും ഒക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഇടികല്ലിൻ്റെ ആ ഒരു അടിവശം ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കത്തി. അപ്പോൾ ഇതുപോലൊന്ന് പതുക്കെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉപ്പുപൊടിയുടെ ഒക്കെ കളറൊന്ന് മാറി വന്നിട്ട് ആ ഒരു തുരുമ്പ് മുഴുവനും ഇളകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തുരുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ഒന്ന് രണ്ട് സൈഡും ഉരച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കുക, ആ തുരുമ്പ് മുഴുവനും ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഉരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഞാനിത് കഴുകിയപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾ നോക്കിക്കേ, ആ ഒരു തുരുമ്പ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അത് മുഴുവനും ഇതുപോലെ അനായാസം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കത്തികളിലെ തുരുമ്പ് കറകളൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലോട്ട് അരമുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ താരന്. തലയോട്ടിയിൽ വെളുത്ത പൊടി പോലെ പറ്റിയിരിക്കുന്ന താരന് ചൊറിച്ചിലുണ്ടാക്കും. അതുപോലെ തന്നെ വൃത്തിയില്ലായ്മയ്ക്ക് പുറമെ സ്ട്രെസ്സ്, ഭക്ഷണശീലങ്ങൾ ഇവയൊക്കെ താരനുണ്ടാകാനുള്ള കാരണങ്ങളാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ താരനെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റും, കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ. ഈ ഒരു മിക്സ് നമുക്ക് കോട്ടൺ തുണിയിൽ
എണ്ണയിലോ അല്ലെങ്കിൽ പഞ്ഞിയിലോ എന്തെങ്കിലും മുക്കിയിട്ട് ഇതുപോലെ തല ഓട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്തിട്ട് കൊടുക്കണം മുടിയുടെ എല്ലാ ഭാഗത്തും. മുടിയിലോട്ട് വേണ്ട, തല ഓട്ടിയിലാണിത് വേണ്ടത്. തല ഓട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് അങ്ങനെ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തലയോട്ടിയെല്ലാം നല്ലതുപോലെ ക്ലീൻ ആയിട്ടിട്ട് നല്ല സൂപ്പറായിട്ട് താരൻ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി വേറൊരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 2 തണ്ട് ആര്യവേപ്പില എടുക്കുക. എന്നിട്ട് അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ഏകദേശം ഒരു 2 പിടിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവയും അതുപോലെ ആര്യവേപ്പിലയും ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമുക്കിത് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പം 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ആക്കി വേണം നമ്മളിത് ഒന്ന് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റോളം നിങ്ങൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഒരു ദിവസം ഈ വെള്ളത്തിൽ കിടക്കണം. ഒറ്റ ദിവസം വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കിന് നല്ലതുപോലെ ഈ സത്തെല്ലാം ഒന്ന് ഇറങ്ങി വരും. ഒരു ദിവസത്തിന് ശേഷം നിങ്ങളിതെടുത്ത് പിഴിഞ്ഞ് നമുക്ക് അരിക്കാം. സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അരിച്ചിട്ട് എടുക്കണം. അരിച്ച് ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇത് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക. ഇത് തലയോട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. അതായത് ചൊറിച്ചിൽ, പിന്നെ താരന്, ഈ പൊറ്റൻ പോലെ സോറിയാസിസ് പോലെ ഇങ്ങനെ തലയിലൊക്കെ ഒരുപാടുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. തന്നെയല്ല മുടിയൊക്കെ വളരാനും നല്ലതാണ് ആര്യവേപ്പിലയൊക്കെ. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും കട്ടി കൂട്ടാനും മുടിയുടേതായ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ആര്യവേപ്പിലയും ഉലുവയും ചേർത്ത ഈ ഒരു വെള്ളം മുടി ഇഴകളിൽ സ്പ്രേ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് കടക്കാം. ഞാൻ ഈ കയ്യിൽ എടുത്തിരിക്കുന്ന ഈ ഒരു ഇല നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളതാണ്. നിങ്ങളുടെ തൊടിയിലും കൃഷി ഇടങ്ങളിലും ഒക്കെ ഇത് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നതാണ്. ഇതിൻ്റെ ഈ സൈഡ് വശത്തെ മുള്ള് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് എന്താണെന്ന് അല്ലേ. ഇതാണ് നമ്മുടെ കൈതപ്പോള. അതായത് നമ്മൾ പൈനാപ്പിളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചെടിയുടെ ഇലയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ആ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയൊരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ കുറച്ചെടുത്താൽ മതി. ഇത് മുഴുവനായിട്ടും വേണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ കുറഞ്ഞൊരളവിലാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കടുകെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് എണ്ണ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി അത് മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പൊള്ളലുകൾ പാടുകളില്ലാതെ തന്നെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു എണ്ണയ്ക്ക്. പൊള്ളി വല്ലാതെ കൊമളച്ച് നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ പോലൂടെ ഈ ഓയിൽ ഒന്ന് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭേദമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും, പാടുകളൊട്ടും തന്നെ ഇല്ലാതെ. അപ്പോൾ ഈ ഒരു നാടൻ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിൽ ആക്കി അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിത് ദീർഘനാൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.